കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പ്രചാരണ ചൂട് കനക്കുകയാണ്. LDFന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിലവിലെ സിറ്റിംഗ് MLA കൂടിയായ വീണ ജോർജ് തന്നെയാണ്. UDFനായി അബിൻ വർക്കിയും അതുപോലെ തന്നെ NDAക്കായി കുമ്മനം രാജശേഖരനുമാണ് ജനവിധി തേടുന്നത്. ഇത്തവണ ആറന്മുള മണ്ഡലത്തിൽ ഇത്തവണത്തെ ആറന്മുള നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് 3 സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ആറന്മുള. LDFന്റെ സിറ്റിംഗ് MLA കൂടിയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയമായിരുന്നു വീണ ജോർജിന് ലഭിച്ചത്. 2021 74,950 വോട്ടുകൾ നേടിയാണ് വീണ ജോർജ് ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ MLA ആയി വിജയിച്ചു കയറിയത്. അന്ന് UDF സ്ഥാനാർത്ഥി ശിവദാസൻ നായരായിരുന്നു. അദ്ദേഹത്തിന് 56,654 വോട്ടുകളാണ് ലഭിച്ചത്. 19,003 വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് വീണ ജോർജിന്റെ വിജയം. ടെലിവിഷൻ മാധ്യമ പ്രവർത്തക എന്ന നിലയിലുള്ള സ്വാധീനവും മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള സജീവമായ ഇടപഴകലുകളും ഗുണമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇടത് വോട്ടുകളും ഓർത്തഡോക്സ് വോട്ടുകളും നിലനിർത്തിയാൽ വീണ ജോർജിന് വിജയം അനായാസമായിരിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എത്രത്തോളം വീണ ജോർജിന് ആറന്മുള നിയോജക മണ്ഡല വോട്ടർമാർ എത്രത്തോളം മാർക്ക് നൽകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഇത്തവണത്തെ പിണറായി സർക്കാരിന് ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. മികച്ച വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സർക്കാർ ആശുപത്രികളിലുണ്ടായ വിവാദ സംഭവങ്ങളും മറ്റും വിമർശനങ്ങളും ഒക്കെ തന്നെ വീണ ജോർജിന് എത്രത്തോളം വോട്ടുകളിൽ മാറ്റമുണ്ടാകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇത്തവണ UDFനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അബിൻ വർക്കിയാണ്. പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി എന്ന നിലയിലെ വീണ ജോർജിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളൊക്കെ തന്നെയായിരിക്കും അബിൻ ജോർജും തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി നിലവിൽ എടുത്തുകാട്ടുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പഞ്ചായത്തുകളും നഗരസഭയും പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. ഇത്തവണ അധികാരം തങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. തിരിച്ച് BJPയെ സംബന്ധിച്ച് പ്രമുഖനായ ഒരു BJP നേതാവാണ് മുൻ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്നു ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം എത്രമാത്രം ആറന്മുളയിൽ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയിലാണ് BJP ഇത്തവണയുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ നേമം മണ്ഡലത്തിലാണ് വിജയിച്ചത്. അദ്ദേഹം 2ാം സ്ഥാനത്ത് എത്തുന്ന ഒരു സാഹചര്യം നേമം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചും സിറ്റിംഗ് MLA ആയ വീണ ജോർജിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആരോഗ്യ മേഖലയിലെ വിമർശനങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം ആയുധമാക്കാനും സാധ്യത. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ